ഭരണത്തിനെതിരായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംഘടിത കലാപം നടന്ന് ആറ്റിങ്ങലിലാണ്. 2009 ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം 2009 രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഈ മണ്ഡലം അറിയപ്പെട്ടിരുന്നത് ചിറയൻകീഴ് എന്ന പേരിലാണ്. ചിറയൻകീഴിൻ്റെ ജനപ്രതിനിധികളായിരുന്നു വയലാർ രവിയും സുശീല ഗോപാലനും സമ്പത്തും അനിരുദ്ധനുമൊക്കെ. 2009 മുതൽ 2019 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് സമ്പത്താണ്. എന്നാൽ അട്ടിമറി വിജയത്തിലൂടെ 2019 അടൂർ പ്രകാശ് ഈ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി നേടിയെടുക്കുകയുണ്ടായി. പൊതുവെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ദുർഘടമായിട്ടുള്ള ഒരു മണ്ണാണ് ചിറയൻകീഴും ആറ്റിങ്ങലുമൊക്കെ. എന്നാൽ അടൂർ പ്രകാശിൻ്റെ വരവോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഇന്ന് മാറുകയും ഈ മണ്ഡലത്തിൽ രൂക്ഷമായിട്ടുള്ള മത്സരം ഇത്തവണ നടക്കുകയും ചെയ്യുന്നു. UDF ഇത്തവണയും മത്സരിക്കുന്നത് നിലവിലെ MP അടൂർ പ്രകാശാണ്. LDF മത്സരിക്കുന്നതാകട്ടെ നിലവിലെ വർക്കല MLAയും CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് വി ജോയ്. കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ നേതാവുമായ വി മുരളീധരനാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയായിരിക്കുന്നത് മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. കാർഷിക വിലത്തകർച്ചയും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളുമൊക്കെ ഒരേ സമയം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തെ ബാധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരത്തിൻ്റെ വികസനം പ്രധാനമായും ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പൂർത്തീകരണം 2019 തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു. എന്നാൽ നാളിതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ അടൂർ പ്രകാശിന് സാധിച്ചില്ല എന്നുള്ള വിമർശനം ഇടതുപക്ഷം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. CPIM പ്രവർത്തകർക്ക് ഏറെ ഊർജ്ജം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി അവർക്ക് ലഭിക്കാതിരുന്ന ഒരു അനുകൂല ഘടകമായി നമുക്ക് ഇതിനെ വിലയിരുത്താം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്ക് ജോയിനെ കാണാൻ സാധിക്കും. അതേസമയം തന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആറ്റിങ്ങൽ പ്രദേശവാസി അല്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് തൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എന്നാൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലോ കോൺഗ്രസ് പ്രവർത്തകർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. അതിനനുസരിച്ചുള്ള ആളിനെയും അർത്ഥത്തെയും പ്രവർത്തനത്തിന് ഇറക്കാൻ അടൂർ പ്രകാശിനെ സാധിച്ചിട്ടുണ്ട്. 2019 കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലൂടെയാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ന് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇരട്ട വോട്ടുകളായിരുന്നു. അങ്ങനെ മണ്ഡലത്തിൽ ധാരാളം ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നത് നീക്കം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇത്തവണയും അദ്ദേഹം ആ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അതിനെ തള്ളിക്കളഞ്ഞു. എങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം ചെയ്യാനുള്ള പല സാധ്യതകളെയും ഈ പരാതിയും അദ്ദേഹത്തിൻ്റെ നിതാന്ത ജാഗ്രതയും ഇല്ലാതാക്കി എന്ന് വേണം നമ്മൾ കരുതാൻ. വി മുരളീധരനെ സംബന്ധിച്ച് പറയുമ്പോൾ BJP ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അദ്ദേഹം ഒരു വിജയപ്രതീക്ഷ അവിടെ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആ പ്രതീക്ഷ പൂവണിയും എന്നുള്ളത് ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ വിജയപ്രതീക്ഷയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ദേശീയ BJP നേതൃത്വം 5 സീറ്റ് വിജയിക്കുമെന്ന് പറയുന്ന ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി നമുക്ക് ആറ്റിങ്ങലിനെ വിലയിരുത്താം. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് BJPക്ക് ഇവിടെ ഒരു വിജയ സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഉള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ്, രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിലും നമ്മൾ തൃശ്ശൂരും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളാണ് ഈ മണ്ഡലത്തിലെ വിജയ പരാജയത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. വിശേഷിച്ച് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ വോട്ടർമാർ എന്ന് പറയുന്നത് ഈഴവ സമുദായ അംഗങ്ങളും മുസ്ലിം സമുദായ അംഗങ്ങളുമാണ്. അവർക്കാണ് പരമ്പരാഗത ഈ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ളത്. BJPയിലേക്ക് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഒരു പരിധിവരെയും ഒഴുകി പോകുന്നത് വി ജോയിയുടെ വിജയത്തെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ CPIM ഉയർത്തിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് CAA എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമാണ് ഉയർത്തിയിരുന്നത്. അത് ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ മുസ്ലിം ജനത്തെ എങ്ങനെ ബാധിച്ചു, അവരുടെ വോട്ടിങ്ങിനെ എന്നത് ബാധിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് അടൂർ പ്രകാശിൻ്റെ വിജയം ഇരിക്കുന്നത്.
വി ജോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അടൂർ പ്രകാശിന് ശക്തമായിട്ടുള്ള മത്സരം കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ആറ്റിങ്ങൽ മണ്ഡലം പോകാനുള്ള സാധ്യതയാണ് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. ആര് വിജയിച്ചാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ തവണയും അടൂർ പ്രകാശ് വിജയിച്ചത് 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. ഈ മണ്ഡലത്തിലെ നിയമസഭാ സെഗ്മെൻറ്റുകളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള മേധാവിത്വമുണ്ട്. അതുമാത്രമല്ല ഈ മണ്ഡലത്തിന് പൊതുവേ ഒരു ഇടതുപക്ഷ ചായ്വ് നമുക്ക് കണ്ടുവരുന്നുമുണ്ട്. എങ്കിലും ഇവിടുത്തെ UDFന് ഒരു അപ്രാപ്യമായ മണ്ഡലങ്ങളൊന്നുമല്ല എന്നാണ് 2019 അതിനു മുൻപ് തലേക്കുന്നിൽ ബഷീറും വയലാർ രവിയും ഒക്കെ വിജയിച്ച തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്, ഞങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് ചെറിയൊരു മേധാവിത്വമുണ്ട്. എങ്കിലും അത് ഒരു പരിപൂർണമായ മേധാവിത്വമല്ല. വി ജോയി വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവിധ സന്നാഹങ്ങളുമായിട്ടാണ് വി മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം ചിട്ടയായ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ പഠനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചിലപ്പോൾ വി മുരളീധരനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈഴവ വോട്ടിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന അടൂർ പ്രകാശിന് അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, CAA അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന് വി ജോയിക്ക് അനുകൂലമായി ഈ മണ്ഡലത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അടൂർ പ്രകാശിൻ്റെ വിജയ സാധ്യതയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ജോയിക്ക് ഒരു ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാൻ സാധിക്കും.